ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. ഇപ്പോൾ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് പോകുന്നില്ല. കാരണം ബാക്കിയുള്ള പറ്റുന്നത് പോലെ ഓരോരോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ആയി പോകുന്നുണ്ട്. പിന്നെ വേറെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ മുതൽ നമ്മുടെ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ റമളാൻ വ്രതാരംഭം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു റുട്ടീനും ഈ ഒരു കഴിക്കലും കുടിക്കലും ഒന്നും ആയിരിക്കില്ല ഇനിയുള്ള ഒരു 30 ഡേയ്സ് വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നോമ്പിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എന്തെങ്കിലും സ്പെഷ്യൽ കുക്കിങ്ങും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇഫ്താർ പരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനിയുള്ള ഡേയ്സിൽ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ കുറേ ദിവസത്തേന്, ഏകദേശം ഒരു മാസത്തേന് ഈ ഒരു റുട്ടീൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ച് നാളുകൾക്ക്, ഒരു മാസത്തിന് ശേഷമേ ഈ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ തന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നൈസ് പത്തിരിയാണ്. അപ്പം നൈസ് പത്തിരിയുടെ കൂടെ ചിക്കൻ കറിയും, പിന്നെ എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് പതപ്പിച്ച ചൂട് ചായയും, പിന്നെ പത്തിരിയിലേക്ക് ഒഴിക്കാനായിട്ട് തേങ്ങാപ്പാൽ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് താളിച്ചതാണ്. അപ്പോൾ ഇതാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് പത്തിരി, ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിക്കുന്ന ചിക്കൻ കറിയിലേക്ക് അത്യാവശ്യം നല്ല സ്പൈസ് ആണെങ്കിലാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് ടേസ്റ്റി ആയിരിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് എരിവ് കുറവാണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ വലിയ ആവശ്യം ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ എന്താണേലും ഞാൻ ചിക്കൻ കറി കുറച്ച് സ്പൈസി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്പൈസി ചിക്കൻ കറിയും കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാലും കൂടി പത്തിരിയിൽ കുതിർത്തി കുറച്ച് നേരം ഒഴിച്ച് വെക്കുക. കുറച്ച് നേരം ഒഴിച്ച് വെച്ചതിന് ശേഷം അതിങ്ങനെ കഴിക്കുമ്പോഴത്തേനും നമ്മുടെ മൗത്ത് വാട്ടറിങ് എന്ന് പറയത്തില്ല, നമ്മുടെ അങ്ങ് ഇറങ്ങിപ്പോവും നമ്മൾ പോലും അറിയാതെ. അപ്പോൾ അത്രയും ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു പത്തിരി. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഇറച്ചിക്കറി കോംബോ എന്ന് പറയുന്നത് മട്ടൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും എന്താണേലും ഒന്നിലൊന്ന് മെച്ചമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ റമളാൻ മാസമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ആ ഒരു റുട്ടീൻ എടുത്തു മാറ്റിയിട്ട് നമ്മുടെ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നമ്മുടെ ഇഫ്താർ പരമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളായിരിക്കും ഇനി മുന്നോട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഫ്രൂട്ടായിട്ട് ഒരു ആപ്പിൾ എടുത്തു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ക്രഞ്ചി ക്രിസ്പി ആയിട്ടുള്ള ഒരു ടൈപ്പ് ആപ്പിളാണ്. അപ്പോൾ അത് ആപ്പിൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഞാനും ആ ടേബിളിലേക്ക് അങ്ങ് വെച്ചു. അപ്പോൾ ടേബിളിലേക്ക് വെക്കുമ്പോൾ മക്കളും ഞാനും ഞങ്ങളങ്ങ് എടുത്ത് കഴിച്ചോളും. പിന്നെ അതിന് ശേഷം കുറച്ച് ഒരു പിടി പിസ്ത എടുത്തു. അപ്പോൾ അതും നമ്മൾ കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ നാടൻ ചോറും കറിയും ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ പിന്നെ അതുമല്ല, കൊച്ചിൻ്റെ ബർത്ത്ഡേ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ വേറെ എന്തൊക്കെയോ ഉച്ചയ്ക്ക് 2-3 ദിവസമായി സാധാ ചോറും കറിയൊക്കെ കഴിച്ചിട്ട്, അപ്പോൾ എന്തോ കുറച്ച് നാടൻ ചോറും കറിയും ഒക്കെ കഴിക്കാനായിട്ട് ഒന്ന് തോന്നി. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള നോൺ വെജും കാര്യങ്ങളൊന്നും ഞാൻ ഒരുപാട് എടുക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ മുന്നോട്ട് നമ്മൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഇഫ്താറിന് എന്താണേലും നമ്മൾ നോൺ വെജും കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് കഴിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് വലിയ ഹെവി ആയിട്ടല്ല, ഒരു സിമ്പിളായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് നാടൻ ഉച്ചയൂണ് കഴിക്കാനാണ് തോന്നിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ബീൻസ് തോരൻ വെക്കുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ബീൻസ് തോരൻ കുറേ നാളായിട്ട് അങ്ങ് മറന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 1 വീക്ക് മുന്നേ മൂത്തുമ്മ, അമ്മച്ചിയുടെ സിസ്റ്റർ, വീട്ടിൽ നമുക്ക് പൊതിയൊക്കെ കെട്ടി വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, ബീൻസ് തോരൻ. അപ്പോൾ കഴിച്ചപ്പോഴത്തേനും
എന്താണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുമല്ല അത് ഇനിയൊന്ന് വെക്കണമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ബീൻസ് തോരൻ. സാധാരണ ബീൻസ് തോരൻ ഞാനങ്ങനെ വെക്കാറില്ല, പക്ഷേ കഴിഞ്ഞ ദിവസം കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയപ്പോൾ ഇന്ന് ബീൻസ് തോരൻ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നോർമൽ സാദാ ബീൻസ് തോരനാണ്. ലാസ്റ്റ് ഒരു പിടി പച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും സാധാ രീതിയിൽ മുട്ട ചിക്കി പൊരിക്കലാണ് പതിവ്. ഇന്ന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു, അതിലേക്ക് ഒരു ഹാഫ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടു, പിന്നെ ഒരു വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തു, ഒരു 2-3 പച്ചമുളക്, അതൊന്ന് അത്യാവശ്യം ഉപ്പും ഇട്ട് നന്നായിട്ട് വഴണ്ടതിന് ശേഷം അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. ആ മുട്ട ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ചിക്കി പൊരിക്കുക. അപ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് അപ്പോൾ ഇതിടുക, ഗ്രീൻ ചില്ലി ഇടുക. അതിനേക്കാളും എരിവ് വേണം എന്നുള്ളവർക്ക് പെപ്പർ പൗഡർ ഇടാം, അതുപോലെ തന്നെ വറ്റൽമുളക് ക്രഷ് ചെയ്തതിടാം, ചില്ലി പൗഡർ ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷൻസ് അനുസരിച്ച് മാറ്റാം. ഇനി അടുത്ത എൻ്റെ നാടൻ കറി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഞാനിന്ന് നോൺ വെജ് ആയിട്ടൊന്നും എടുക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നെന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. ഇനിയിപ്പോൾ സാറ്റർഡേയിൽ നമ്മുടെ ഫസ്റ്റ് നോമ്പ് ആരംഭം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ പകലൊക്കെ ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ നോൺ വെജ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കുന്നത് നോമ്പ് തുറക്കലായിരിക്കും ഫസ്റ്റ് മീലെന്ന് പറയുന്നത്. അതിനുശേഷം സെക്കൻഡ് മീൽ എന്ന് പറയുന്നതും രാത്രി തന്നെ ആയിരിക്കും. അങ്ങനെ വേറെ കംപ്ലീറ്റ്ലി റുട്ടീൻ ചേഞ്ച് ചെയ്യുന്ന ഒരു 1 മന്താണ് ഇനിയിപ്പോൾ മുന്നോട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഇതെന്ന് പറയുന്നത് ഉണക്ക ചെമ്മീനാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതൊക്കെയാണ് ഇന്ന് കഴിക്കാൻ തോന്നിയത്. അപ്പോൾ പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. പിന്നെ ഒരു ഉള്ളിയൊക്കെ പൊളിക്കാനായിട്ട് കുറച്ച് മടി കാരണം ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതിട്ടു. അതിലേക്ക് 2-3 ഗ്രീൻ ചില്ലി നടുവേ കീറിയിട്ടു. പിന്നെ ആ സവോളയൊക്കെ ഒന്ന് വഴണ്ടതിന് ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീനുണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ ഉണക്ക ചെമ്മീൻ നമ്മൾ നല്ല വൃത്തിക്ക് വാഷ് ചെയ്ത് വരുമ്പോഴത്തേനും അതിൽ ഉപ്പ് രസം ഒട്ടും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ വേറെ ഒരു റെസിപ്പി എന്ന് പറയുന്നത്, ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ തന്നെ വെക്കണം എന്നൊന്നുമില്ല. ഉണക്കച്ചെമ്മീൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നത്, നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളക് ക്രഷ് ചെയ്തതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് കുറച്ചും കൂടെ സ്പൈസി ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചോറ് ഞാൻ എടുക്കുകയാണ്. എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് 2-3 സ്പൂൺ ചോറെടുത്തു. പിന്നെ അതിലേക്ക് എനിക്കിന്ന് കഴിക്കാൻ തോന്നിയ ഉണക്കച്ചെമ്മീൻ ഫ്രൈ. അപ്പോൾ ഈ ഉണക്കച്ചെമ്മീൻ എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ നമ്മുടെ സവോളയും ആയിട്ടുണ്ട്. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് തോരൻ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് ചോറിൽ നല്ല ചൂട് ബീൻസ് തോരൻ ഇങ്ങനെ ഇളക്കി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ അമ്മച്ചിയുടെയൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ബീൻസ് എന്ന് പറയുന്നത്. ഞാനിവിടെ ബീൻസ് കുറച്ചായി ബീൻസ് കുക്ക് ചെയ്തിട്ടും ഒക്കെ. അപ്പോൾ പിന്നെ മൂന്നാമതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മുട്ടത്തോരനാണ്. മുട്ടത്തോരൻ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാൻ പിന്നെ ഇന്ന് ഓൾറെഡി ബീൻസ് തോരൻ ഉള്ളത് കൊണ്ട് മുട്ടയും കൂടി തോരനാക്കിയില്ല. ടൊമാറ്റോയും അതുപോലെ തന്നെ സവോളയും പച്ചമുളകും ഇട്ട് മുട്ട വെറുതെ ചിക്കി പൊരിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒഴിച്ച് കറിയായിട്ട് ഒന്നും തന്നെ നിർബന്ധമില്ല, ഒട്ടുമേ വലിയ നിർബന്ധം. എനിക്ക് ചൂട് ചോറിൻ്റെ കൂടെ ഒഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ ഡ്രൈ ആയിട്ട് ആ കറികളൊക്കെ കൂട്ടി കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ ചൂട് ചോറിലേക്ക് ബീൻസ് തോരനും മുട്ട ചിക്കിയതും കൂടി ചേർത്ത് ഒരു പിടി പിടിച്ചു. അതിന് ശേഷം ഞാൻ ഫ്രൈഡ് ഓണിയനും ഫ്രൈഡ് സവോളയും അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീനും കൂടെ ചേർത്ത് ഞാനൊന്ന് കഴിച്ച് നോക്കുകയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പടവലങ്ങ വിത്ത് ഉണക്കച്ചെമ്മീൻ ആയിട്ടും, അങ്ങനെ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈവനിങ് ആയപ്പോൾ ചോറ്
ആഫ്റ്റർനൂണൊക്കെ കഴിഞ്ഞു. ഈവനിങ് ആയപ്പോൾ ഞാൻ 2-3 നഗ്ഗറ്റ്സ് എടുത്ത് പൊരിച്ചു. അപ്പോൾ ചൂടോട് കൂടിയിട്ട് നഗ്ഗറ്റ്സ് പൊരിച്ചു. അതിതാ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂട്ടിയിട്ട് ചിക്കൻ നഗ്ഗറ്റ്സ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ റെഡിമെയ്ഡ് നഗ്ഗറ്റ്സ് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെഡിമെയ്ഡ് നഗ്ഗറ്റ്സിനേക്കാളും കൂടുതൽ നോമ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇഫ്താറിന് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കാറാണ് പതിവ്. ഈ ഒരു തട്ടിക്കൂട്ട് റെഡിമെയ്ഡ് ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കൽ കുറവായിരിക്കും. നമ്മൾ കട്ട്ലേറ്റ് ആയിട്ടും സമൂസയായിട്ടും മീറ്റ് റോളായിട്ടും ഹോം മെയ്ഡ് നഗ്ഗറ്റ്സ് ആയിട്ടും അങ്ങനെ പല പല ഐറ്റംസ് വീട്ടിൽ തന്നെ റെഡിയാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. പിന്നെ ഉച്ചയായപ്പോഴത്തേനും ഉച്ചയല്ല, ഡിന്നറായി. അപ്പോൾ രാത്രിയായപ്പോഴത്തേനും ഇക്ക പുറത്തുനിന്നായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുറത്ത് ഇക്ക ഫുഡ് കഴിച്ചു. ഞങ്ങൾക്കും കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ പാഴ്സലാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളത് ബീഫ് മന്തിയും അതുപോലെ തന്നെ മട്ടൻ മന്തിയുമാണ്. ഒരു രക്ഷയില്ല, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇക്കാക്ക് അറിയാവുന്ന ഒരു കടയുണ്ട്, ഒരു ഫ്രണ്ടിൻ്റെയൊക്കെ ഒരു കടയാണ്, നെഹ്ദി മന്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു ബീഫ് മന്തിയും അതുപോലെ തന്നെ മട്ടൻ മന്തിയൊക്കെ കഴിച്ചതും പിന്നെ നമുക്ക് പാഴ്സലാക്കി കൊണ്ടുവന്നതും. അവിടെ നമ്മുടെ നാട്ടിലെ ടൈപ്പ് മയോണൈസും കാര്യങ്ങളും ഒക്കെ മന്തിയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് കിട്ടും. ഒരു മലയാളി റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ബീഫ് മന്തി, മട്ടൻ മന്തിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബീഫ് മന്തി കുറച്ച് ഹാഫ് പോർഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചൂട് ഒന്ന് തണുത്തായിരുന്നു, അവർ കൊണ്ടുവന്നത് കൊണ്ട് ചൂടൊക്കെ പോയായിരുന്നു. അപ്പോൾ ഞാനിതാ ഒന്ന് പാനിലിട്ട് ചൂടാക്കി എടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള റൈസ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ പീസസ് ഒന്നും ഇല്ലെങ്കിലും ആ ഒരു റൈസ് മാത്രം കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ ഡിന്നർ ഞാൻ വിളമ്പുകയാണ്. അപ്പോൾ എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മന്തി റൈസ് എടുത്തു. പിന്നെ ഒരു വലിയ പീസ് ബീഫ് എടുത്തു. ഈ ബീഫെന്ന് പറയുന്നത് അത്യാവശ്യം സ്പൈസിയാണ്. ഒരു പെപ്പർ ഓറിയൻറ്റഡ് ബീഫാണ് ഈ ഒരു മന്തിയുടെ പീസിലുണ്ടായിരുന്നത്. പിന്നെ ഒരു വലിയ പീസ് പൊട്ടറ്റോ എടുത്തു. പിന്നെ എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ടൊമാറ്റോ ചട്നിയും അതുപോലെ തന്നെ മയോണൈസും എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാത്രി ഞാൻ കഴിക്കാൻ പോകുന്ന ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഫ്ലേവർഫുള്ളായിട്ടുള്ള ബീഫ് മന്തിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ മട്ടൻ മന്തിയും ബീഫ് മന്തിയും കൊണ്ടുവന്നാലും ഞാൻ ഇനിയിപ്പോൾ നെക്സ്റ്റ് ലഞ്ചിന് വേണ്ടി വല്ലതും മട്ടൻ മന്തി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഈ ഒരു ബീഫ് മന്തി കൊണ്ട് തന്നെ നമുക്ക് മതി, നമ്മൾക്കത് ഓക്കെ ആണ്. അപ്പോൾ മട്ടൻ മന്തി ഇന്ന് കൈയിട്ട് ചീത്തയാക്കണ്ടെന്ന് വിചാരിച്ച് അത് കൊണ്ടുവന്ന പാടെ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ച് മന്തി റൈസും അതുപോലെ തന്നെ ഒരു പീസ് പൊട്ടറ്റോയും ഒരു പീസ് ബീഫും അതുപോലെ തന്നെ ടൊമാറ്റോ പ്യൂരിയും മയോണൈസും എല്ലാം കൂടെ കൂട്ടി ഒരു പിടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, എൻ്റെ ടേസ്റ്റി ഡിഷസ്, എൻ്റെ ഡിലീഷ്യസ് ഡിഷസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ ഇഫ്താർ ഞാൻ വീട്ടിൽ റെഡിയാക്കുന്ന ഇഫ്താറിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ റെഡിയാക്കുന്ന നമ്മുടെ ഐറ്റംസ്, നമ്മുടെ നോമ്പുതുറ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു നോമ്പ് ദിവസം ഞാൻ കഴിക്കുന്ന കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ വരുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നെക്സ്റ്റ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മന്തിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.